ഈ വരുന്ന ഓണത്തിന് ഏതൊക്കെ സിനിമകളാണ് റിലീസാവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ്, ആ സിനിമകളെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യ, മമിത എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് ശേഷം വെങ്കി അദലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. എസ് നാഗവംശിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിമിഷ് രവിയാണ് ക്യാമറ. നവീൻ ആണ് എഡിറ്റർ. ജി.വി. പ്രകാശ് കുമാറാണ് ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സൂര്യ, മമിത ബൈജു, രാധിക ശരത് കുമാർ എന്നിവരൊക്കെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 14-നാണ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ഖലീഫ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് വൈശാഖാണ്. ജിനു വി അബ്രഹാം ആണ് ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ജിനു വി അബ്രഹാം, സൂരജ് കുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജോമോണ്ടി ജോണാണ് ക്യാമറ. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക്. ചമൻ ചാക്കോയാണ് എഡിറ്റർ. പൃഥ്വിരാജ്, നിതിൻ മുകേഷ്, ഇന്ദ്രൻസ്, സഞ്ജു ശിവറാം, ഷമ്മി തിലകൻ, രഞ്ജി പണിക്കർ, മാളവിക ശർമ്മ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ ലാലേട്ടനും ടൊവിനോയും ഗസ്റ്റ് റോളിൽ എത്തുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഖലീഫ എന്ന സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് 20-നാണ് റിലീസ് ചെയ്യുന്നത്. ടോക്സിക്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു സിനിമയും കൂടിയാണ് ടോക്സിക് എന്ന സിനിമ. യാഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ടോക്സിക്. ഗീതു മോഹൻദാസും അതുപോലെ യാഷ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പ്രൊഡ്യൂസർ വെങ്കട്ട് കെ നാരായണ. അതുപോലെ ക്യാമറ ചെയ്തിരിക്കുന്നത് രാജീവ് രവിയാണ്. എഡിറ്റർ ഉജ്വൽ കുൽക്കർണി. മ്യൂസിക് രവി ബസ്രൂർ. യാഷ്, കിയാറ അഡ്വാനി, നയൻതാര, ഹുമ ഖുറൈഷി, താര, രുക്മിണി എന്നിവരൊക്കെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 26-നാണ് റിലീസ് ചെയ്യുന്നത്. 600 കോടിയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേമലു എന്ന സിനിമയ്ക്ക് ശേഷം ഗിരീഷ് എഡി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി, മമിത ബൈജു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഗിരീഷ് എഡി തന്നെയാണ് ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അജ്മൽ സാബു ആണ് ക്യാമറ. ആകാശ് ജോസഫാണ് എഡിറ്റർ. വിഷ്ണു വിജയ് ആണ് ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ നിവിൻ പോളി, മമിത ബൈജു, സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രണ്ട, റോഷൻ ഷാനവാസ്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഓഗസ്റ്റ് 21-നാണ് റിലീസ് ചെയ്യുന്നത്. ഓണം റിലീസുകളിൽ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ദുൽഖർ സൽമാനെ പ്രധാന കഥാപാത്രമാക്കി RDX എന്ന സിനിമയ്ക്ക് ശേഷം നഹാസ് ഇദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആം ഗെയിം. ദുൽഖർ സൽമാൻ, ജോം വർഗീസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജിംഷി ഖാലിദാണ് ക്യാമറ. ചമൻ ചാക്കോയാണ് എഡിറ്റർ. ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ദുൽഖർ സൽമാൻ, ആന്റണി വർഗീസ്, സംയുക്ത വിശ്വനാഥൻ, മൈസ്കീൻ, ഖാദിർ, പാർത്ഥ് തിവാരി, വിനയ് ഫോർട്ട് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ആം ഗെയിം. ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ആദ്യം ഓഗസ്റ്റ് 20-നായിരുന്നു. പക്ഷേ ഇപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 3-നാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രകാശ് വർമ്മയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ലോ ആൻഡ് ഓർഡർ. ചിത്രത്തിൽ മമ്മൂക്കയും ബ്ലാക്ക് എന്ന സിനിമയിലെ കഥാപാത്രമായ ഷൺമുഖൻ എന്ന കഥാപാത്രവും ഈ സിനിമയിൽ എത്തുന്നുണ്ട് എന്ന പ്രത്യേകതയും ഈ സിനിമയിലുണ്ട്. ഉദയകൃഷ്ണയാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പ്രേമചന്ദ്രൻ, അതുപോലെ മഹാസുബേർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രകാശ് വർമ്മ, അഭിരാമി, മമ്മൂക്ക, അതുപോലെ സിദ്ദീഖ്, ജോയ് മാത്യു, ബോബി കുര്യൻ എന്നിവരൊക്കെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആക്ഷൻ ക്രൈം വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ 4-നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.